ഹായ് ഗൈസ്, അപ്പോൾ മലയാളി ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ 1/20 ലെറ്റ്സ് പ്ലേ സീരീസ് മൂന്നാമത്തെ എപ്പിസോഡായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു വില്ലേജർ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് എനിക്കിപ്പോൾ അയൺ ഫാം ആക്കാൻ വേണ്ടി 20 വില്ലേജേഴ്സിന് ആവശ്യമുണ്ട്. അതിലേക്ക് കുറച്ചധികം വില്ലേജേഴ്സിന് നമുക്ക് വേണം. അതായത് ഇവിടെയാണ് ഞാൻ ആ ഫാം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഫാം ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെട്ടിയിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫാമൊന്നും ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കിയിട്ട് വില്ലേജേഴ്സ് ആ വെള്ളത്തിലൂടെ ഒഴുകി ഇവിടെ വന്ന് നിൽക്കണം. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അയൺ ഫാമിലോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാല്ലേ. മാക്സിമം ഞാനൊരു 5 വില്ലേജേഴ്സിന് കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. 5 വില്ലേജസിലും മാക്സിമം ഞാൻ ഒരു 3 വില്ലേജേഴ്സിന് കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കാണിക്കണം. അപ്പോൾ 5 ബ്രെഡ് ഇവിടെ വേണം. 1 2 3 4 5.
ഓക്കെ, അങ്ങനെ ക്യാരറ്റ് വന്ന് നട്ട് സാധനം പണി കഴിഞ്ഞിട്ടാണ് ഇനി വില്ലേജസിനെ കൊണ്ടുപോകാം. ഏറ്റവും പാടുള്ള പരിപാടി. ആ വില്ലേജിൽ നിന്ന് 2 വില്ലേജസിനെ കൊണ്ടുവന്ന് ബോട്ടിലാക്കി ഇവിടെ എത്തണം. എന്നിട്ട് അങ്ങോട്ട് പൊട്ടിക്കണം. ഓക്കെ, ഞാനത് ചെയ്തതിന് ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫാമിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ വില്ലേജേഴ്സിന് ഇനി ഇടാനുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരണം. അങ്ങനെ 2 വില്ലേജേഴ്സിന് കിട്ടി. നല്ല പണിയുണ്ടായിരുന്നു. ഇനി അത് ഫാർമറുമായി, ഇത് PC ആയി. ഇനി ഇവന്മാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അതാണ് ഏറ്റവും പണിയാത്ത പണി. ഓക്കെ, കൊണ്ടുവന്നു. അങ്ങനെ ഫാർമിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വർക്കാവണം. വർക്കാവേണ്ടതാണ്. ക്യാരറ്റ് എൻ്റെ കയ്യിൽ അധികം ഉണ്ടായില്ല. അതിന് കുറച്ചുകൂടി ഇവന്മാർ തന്നെ ഫാർമാക്കിയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് വർക്കാവാൻ. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് വർക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനേക്കാളും മുൻപ് ഇനി വില്ലേജേഴ്സ്, ചെറിയ വില്ലേജേഴ്സ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് റാബിറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ട്രാക്ടർ വച്ചിരിക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായി. ഇനി ഞാൻ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിയ ഓരോരോ പണികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് അവിടെ കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ വില്ലേജിൽ നിന്നൊക്കെ. അതൊക്കെ ഞാൻ ആ ബീച്ചിൽ കൊണ്ടുപോയി നട്ട് വെച്ച്. പിന്നെ തീർച്ചയായിട്ട് ഒരു കൗ ഫാമും അതിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു വീറ്റ് ഫാമും ഉണ്ടാക്കി. പിന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഫാം അധികം എഫിഷ്യൻ്റ് അല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നാണ് കുറേ എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ച്. ഇനി ഇവിടെയൊക്കെ ആ പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഓഫ് ക്യാമറയെല്ലാം ചെയ്ത്. ഡയമണ്ട് ആർമറൊക്കെ സെറ്റാക്കുന്നത് ഞാനിപ്പോൾ അയൺ ആർമറാണ്. ഡയമണ്ട് ആർമർ സെറ്റാക്കുന്നത് ഓഫ് ക്യാമറയിൽ തന്നെ മൈനിങ്ങിലായിട്ടായിരിക്കും. അത് ഞാനൊരു എപ്പിസോഡായിട്ട് തന്നെ കാണിക്കുന്നില്ല. അത് നല്ല ബോറാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് ക്യാമറയിൽ മൈൻ ചെയ്ത് ആ ഡയമണ്ട് ആർമർ ആവുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ.